നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാർത്തിക ശ്യാമയോടൊപ്പം അമ്പലത്തിൽ പോയിരിക്കുക. ഇത്ര പെട്ടെന്ന് രണ്ടാള് കമ്പനിയായോ? വാ മോളെ. എടി നീ ഇറങ്ങുന്നില്ലേ? വാ. വാ അകത്തേക്ക്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യമേ. അകത്തോട്ട് പാടി. വാ മോളെ. അല്ല, സത്യമേ ഇവിടെ അച്ഛാ? പെട്ടെന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇനി എന്തെങ്കിലും മീറ്റിംഗ് മറ്റോ ആയിരിക്കും. മീറ്റിങ്ങിന് തന്നെയാ പോയത്. കഴിഞ്ഞു. നീ എത്തിയത് നന്നായി. നീ എത്തിയില്ലായിരുന്നെങ്കിൽ നിന്നെ വിളിച്ചു വരുത്താനിരിക്കായിരുന്നു ഞാൻ. അല്ല, ഈ കുട്ടിയെ ഞാൻ എവിടെയോ... ഇതാണോ രോഹിത്? ഇങ്ങോട്ട് നീങ്ങി നിൽക്കടി. നീങ്ങി നിൽക്കാൻ. എന്താ? ഞാൻ പോയ മീറ്റിംഗിന്റെ വിശേഷം അറിയണ്ടേ രാഘവേട്ടന്? ജില്ലാ കളക്ടറുമായിട്ടായിരുന്നു മീറ്റിംഗ്. സംഘാടക ഇവളും. നീ എന്തായി പറയുന്നൊക്കെ? അമ്പലത്തിലേക്കല്ലേ ഇവര് പോയത്? അമ്പലത്തിലേക്കല്ല രാഘവേട്ട പോയത്. സ്നേഹം നടിച്ച് ശ്യാമ ഇവളെ കൂട്ടിക്കൊണ്ടു പോയത് അവളുടെ കളക്ടർ ചേച്ചിയുടെ അടുത്തേക്കാ. എന്തിനാണെന്നറിയോ? കാർത്തികയെ ഭീഷണിപ്പെടുത്താൻ. വിഷ്ണുവുമായിട്ടുള്ള കല്യാണം ഒഴിയണമെന്ന്. ഇല്ലാന്നുണ്ടെങ്കിലേ കളക്ടർ അമ്മ ഇവളെ പിടിച്ച് ജയിലിലടയ്ക്കൂന്ന്. അവള് വിചാരിച്ച നല്ല ഇടിയും പോലീസുകാർ അവിടെ ഉണ്ടാവുന്നു. കളക്ടറുടെ പത്രാസ് വെച്ച് ഒരു പാവം പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താനും ഓടിച്ചു വിടാനും ഒക്കെ ഇത്രയൊക്കെ പോരെ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. കാർത്തികയെ പറ്റിയിട്ടുള്ള സത്യം അറിയാൻ ശാലിനി അയാളുടെ രീതിയിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ചിലപ്പോ അയാൾ സത്യത്തെ പറ്റിയിട്ടുള്ള സത്യങ്ങൾ പറഞ്ഞേക്കും. ശാലിനി പേടിച്ചിനി കാർത്തികയുടെ നാവിൽ എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടാവോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.